സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഗസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രായേലിലെ സയനിസ്റ്റ് ഭരണകൂടം കഴിഞ്ഞ ദിവസം ഖത്തറിൽ ആക്രമണം നടത്തി. വെടിനിർത്തൽ ചർച്ചകൾക്കെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഖത്തറിനെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പല രാഷ്ട്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാനിൽ ആക്രമണം നടത്തി, സിറിയയിൽ ആക്രമണം നടത്തി, യമനിൽ ആക്രമണം നടത്തി, അങ്ങനെ പല രാഷ്ട്രങ്ങൾ, ലെബനിൽ ആക്രമണം നടത്തി, പല രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ പ്രസ്ഥാനങ്ങളെയോ ഒക്കെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ സ്റ്റാൻഡ്. പക്ഷേ ഖത്തർ എന്ന് പറയുന്നത് കുറേ കാലമായി ഫലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ഇടം നൽകുന്ന ഒരു രാഷ്ട്രമാണ്. പലതവണ ഇതിനു മുമ്പ് ഈ ആക്രമണം നടക്കുന്നതിന് ഏതാണ്ടൊരു 4-5 മാസം മുമ്പ് അല്ലെങ്കിൽ 6 മാസം മുമ്പ് വരെ അവിടെ ഹമാസ് നേതൃത്വവും ഇസ്രായേലിൻ്റെ ഭരണകൂടവും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് അത്തരമൊരു ചർച്ച നടക്കാനിരിക്കെയാണ് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ബഹുമാനിക്കാനോ ആദരിക്കാനോ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്നുള്ള ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം അത് കുറേ കാലമായിട്ടുള്ളതാണ്. അതിൻ്റെ വേറൊരു തലമാണ് ഖത്തറിൽ ആക്രമണം നടത്തുമ്പോൾ നമ്മൾ കാണുന്നത്. അമേരിക്കയെ അറിയിച്ചിരുന്നു, അമേരിക്ക ഖത്തറിനെ അറിയിച്ചിരുന്നു എന്നൊക്കെ ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ ഭരണകൂടം പറയുന്നത് ഏറ്റവും അവസാന നിമിഷത്തിൽ മാത്രമാണ് ഇസ്രായേൽ തങ്ങളെ വിവരം അറിയിച്ചത്. ഇതിൽ ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇസ്രായേലിനെ അറിയിച്ചു എന്നുള്ള വിവരമാണ് നമ്മൾക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇൻസൈറ്റിൽ ഇന്ന് സംസാരിക്കുന്നത്. ഒപ്പം ഉള്ളത് ലിറാർ പുളിക്കലകത്താണ് ഡോക്ടർ. അദ്ദേഹം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ അധ്യാപകനാണ്. സ്വാഗതം ലിറാർ. നമ്മൾ ഈ എപ്പിസോഡിന് ഇപ്പോൾ ലബനനിൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ സിറിയയിൽ ആക്രമണം നടത്തുന്നു, യമനിൽ ആക്രമണം നടത്തുന്നു, ഇറാനെ ആക്രമിക്കുന്നു, ഇത്തരം ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഖത്തറിനെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവമുള്ളൊരു സംഗതിയായിട്ട് നമ്മൾ കാണുന്നു? ഇത് പല തലത്തിൽ നമ്മൾ നോക്കുമ്പം ഇപ്പോൾ ഇതുവരെ നമ്മൾ അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ കഴിഞ്ഞു. ഇപ്പോൾ 1948 ഇസ്രായേലിൻ്റെ ഫോർമേഷൻ ക്രിയേഷൻ മുതൽ നമ്മൾ കാണുന്നുണ്ട്. ആദ്യം 48 വാർ, അത് ഇസ്രായേലി വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നു. പലസ്തീനികൾ അത് അൽ നഖബ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. പിന്നീട് 56 സൂയസ് ക്രൈസിസ് നടക്കുന്നു. 67 6 ഡേ വാർ, 73 യോം കിപ്പൂർ വാർ, ഇങ്ങനെ പല പേരുകളിലായിട്ട് പല സ്റ്റേജിലായിട്ട് യുദ്ധങ്ങൾ നടക്കുന്നു. പിന്നെ 73 യുദ്ധത്തിന് ശേഷം നമ്മൾ കാണുന്നത് അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റ് എന്നുള്ള പേര് മാറിയിട്ട് അത് കുറച്ചുകൂടിയും ഒരു നാരോതിലേക്ക് വന്നിട്ട് ഇസ്രായേലി പലസ്തീൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് ചുരുങ്ങുന്നു. വീണ്ടും അത് ചുരുങ്ങിയിട്ട് അത് PLOയിലേക്ക് ഒതുങ്ങുന്നു. PLO കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് അത് ഇസ്രായേൽ ഗാസ എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് എന്നുള്ള തരത്തിലേക്ക് വീണ്ടും ചുരുങ്ങുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എത്തുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഖത്തർ അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ റോളും, അത് മധ്യസ്ഥ റോളിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിൽ കണക്കാക്കണം, ഇത്തരം ചെറിയ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു രംഗപ്രവേശം ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റേജുകളിലൊക്കെ നമ്മൾ കണ്ടത് ഒരിക്കലും ഒരു ഗൾഫ് രാഷ്ട്രം ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടില്ല. ഇന്നേ വരെ ഒരു അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ ഡയറക്റ്റായിട്ട് ഇൻ ദ സെൻസ് മിലിറ്ററി തരത്തിൽ ഒരു ഇൻവേഷൻ്റെ ഭാഗം, ഒന്നുകിൽ സൈന്യത്തെ അയക്കുക അല്ലെങ്കിൽ യുദ്ധം നേരിടുക ഡയറക്റ്റായിട്ട്, അങ്ങനെ ഒരു തരത്തിലേക്ക് നമ്മൾ ഇതിനെ കണ്ടിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു അറബ് രാജ്യം ഗൾഫ് കൺട്രി ഇതിൻ്റെ ഭാഗമാകുന്നു. ഒരു GCC രാഷ്ട്രം, ഗൾഫ് എന്ന് പറയുന്നില്ല GCC, കാരണം ഗൾഫ് പറയുമ്പം യമനും കൂടി അതിൽ വരുന്നത്, അറേബ്യൻ പെനിൻസുലയിൽ. അപ്പം ഇതിൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതാണ്ട് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ GCC രാഷ്ട്രങ്ങൾ മുഴുവനും നമ്മൾ ഒരു US ബ്ലോക്കിലാണ് എപ്പോഴും ഉൾപ്പെടുത്തുന്നത്. അതേസമയം ഈ ഒരു റീജിയനിലെ ഒരു US എന്നുള്ള രീതിയിൽ നിലവിൽ ബാക്കിയായിരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രം ഇറാൻ മാത്രമാണ്. നേരത്തെ സിറിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അസാദിൻ്റെ ഗവൺമെൻറ്റിന് ശേഷം ഇപ്പോൾ സിറിയയും കൂടി സിറിയയുടെ പൊസിഷൻ ആക്ച്വലി ഇപ്പോൾ നമുക്ക് GCC രാഷ്ട്രങ്ങളുടെ കൂടെയാണെന്ന് അറിയാം. പക്ഷേ അതൊരു US USSR മീൻസ് റഷ്യ എന്നുള്ളൊരു ഓപ്പൺ തലത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടി എന്തായാലും ഗൾഫ് രാഷ്ട്രങ്ങൾ, GCC രാഷ്ട്രങ്ങൾ മുഴുവൻ ഒരു അമേരിക്കൻ സ്റ്റാൻഡായി എന്ന് മാത്രമല്ല, ഇതിൽ ഖത്തറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഖത്തർ ഒരേ സമയം ഹമാസിന് വേണ്ടി എന്ന് പറയുന്നില്ല, പലസ്തീന് വേണ്ടി വാദിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഈ ഒക്ടോബർ
7 ശേഷം 2023 ശേഷം ഏറ്റവും അതിൻ്റെ ഫോർ ഫ്രണ്ടിൽ മധ്യസ്ഥം വഹിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു പീസ് ട്രീറ്റി സൈൻ ചെയ്തതിനും സീസ് ഫെയറിനും വേണ്ടിയിട്ട് മുന്നിൽ നിന്ന 2 രാഷ്ട്രങ്ങൾ, ഒന്ന് ഈജിപ്തും ഒന്ന് ഖത്തറുമാണ്. ഈജിപ്തിലേറെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് അതിൽ റോൾ വഹിച്ചത് ഖത്തറാണ്. കാര്യം നമുക്കറിയാം, ഈ ഹമാസ് ലീഡേഴ്സുമായിട്ട് അമേരിക്കയാണ് പലപ്പോഴും മധ്യസ്ഥ ശ്രമത്തിന് മുൻകൈ എടുക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ദോഹയിൽ നടന്ന ആക്രമണത്തിലും അതും അമേരിക്കയുടെ പ്രേരണയാണ് ആക്ച്വലി ഈ ഒരു മധ്യസ്ഥ ശ്രമം നടക്കുന്നത്. അപ്പം അതിനിടയിലാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം ഇത് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പലതാണ്. ഒന്ന്, രാജീവ് സാർ ആദ്യമേ ഉന്നയിച്ച പോലെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് ആ രാഷ്ട്രത്തിൻ്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതിനും അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും അവർക്ക് ഏതറ്റം വരെ പോകാം, ഏത് രാഷ്ട്രത്തിൻ്റെയും പരമാധികാരം ചോദ്യം ചെയ്യാം എന്നുള്ളതിൻ്റെ അത് നേരത്തെ അവർ പ്രൂവ് ചെയ്തതാണ്. പല രാഷ്ട്രങ്ങൾ ഓൾറെഡി അവർ അറ്റാക്ക് ചെയ്തതാണ്. ഏകദേശം ഈ റീജിയനിലെ ഈജിപ്ത്, ജോർഡാന്, സിറിയ, ഇറാഖ്, ലെബനോൻ, യമൻ, ഇറാൻ, ഈ രാഷ്ട്രങ്ങൾ ഓൾറെഡി അറ്റാക്ക് ചെയ്തതാണ് പല സ്റ്റേജുകളിലായിട്ട്. അത് പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടും ഇല്ലാതെയും അല്ലെങ്കിൽ നേരത്തെ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ പലതരത്തിലൊക്കെ. ഇപ്പം 6 Day വാർ അത്തരത്തിലൊരു വാറായിരുന്നു ആക്ച്വലി. അതൊരു പ്രിയംറ്റീവ് അറ്റാക്കായിരുന്നു ഇസ്രായേൽ നടത്തിയത്. അതായത് സിറിയയും ഈജിപ്തും കൂടി ഒരു സൈനിക സഖ്യം രൂപീകരിച്ച് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈവൻ ഒരു രാഷ്ട്രം വേറെ രാഷ്ട്രത്തെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പ്രഡിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ വരെ വേറെ രാഷ്ട്രങ്ങൾ കയറി വിത്തിൻ 6 days ആണ് ആ യുദ്ധം അവർ ഈജിപ്തിൻ്റെയും സിറിയയുടെയും മുഴുവൻ എയർഫോഴ്സിനെ അടിച്ചിട്ട് അത്രയും വലിയൊരു ഏരിയ ഒക്കുപ്പൈ, ഈവൻ സിനായ് പെനിൻസുല വരെ ഒക്കുപ്പൈ ചെയ്തൊരു പൊസിഷനിലേക്ക് അന്നെത്തി. അതേപോലെ സിറിയയുടെ ഗൊലാൻ ഹൈറ്റ്സ് ഒക്കെ അന്നാണ് അവിടെ കീഴടക്കുന്നത്. 67 കീഴടക്കി 81 അത് അനക്സേഷൻ പ്രോസസ്സ് നടന്നത്. അത് ഇസ്രായേലിൻ്റെ ഭാഗമാക്കി ഒഫീഷ്യൽ അവർ ഡിക്ലെയർ ചെയ്യുന്നു. ഇപ്പോഴും അത് ഇസ്രായേലിൻ്റെ കൺട്രോളാണ്. അപ്പം എപ്പോഴൊക്കെ ഇസ്രായേലിന് ത്രെട്ട് അവർ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്നു, ആ സമയത്തൊക്കെ അവർക്ക് കയറി വേറെ ഒരു രാഷ്ട്രത്തിൻ്റെ സോവറിനിറ്റിയെ, പരമാധികാരത്തെ ചോദ്യം ചെയ്തിട്ട് ആക്രമിക്കാമെന്നുള്ളത് നേരത്തെ അവർ പ്രൂവൺ ചെയ്തതാണ്. ഇപ്പോൾ അത് ഖത്തറിലേക്ക് എത്തി. ഇപ്പോൾ ഖത്തറിലെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഖത്തർ ഞാൻ നേരത്തെ പറഞ്ഞ മധ്യസ്ഥം വഹിക്കുന്ന രാഷ്ട്രം എന്നതിനപ്പുറത്തായിട്ട് ഈ ഒരു റീജിയനിൽ അമേരിക്ക വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അമേരിക്കൻ ബ്ലോക്കിലുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രമാണ്. അതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് അവിടെയാണ് ഖത്തറിൽ കിടക്കുന്നത്, അൽ ഉബൈദ് പ്രോവിൻസിൽ കിടക്കുന്നത്. അതൊരു ഏറ്റവും വലിയ ഒരു എയർബേസ് എന്നതിനപ്പുറത്തായിട്ട് അതിന് സെൻട്രൽ കമാൻഡ് കൂടിയാണ്. കമാൻഡാണ്. മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ച് ഖത്തറിൽ ആ എയർബേസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ അവരുടെ ഏറ്റവും വലിയ അവർക്കൊരു കമാൻഡ് ഉണ്ടാക്കാൻ പാകത്തിനുള്ളൊരു സ്പേസ് ആയിട്ട് അവർ ഉപയോഗിക്കുകയാണ് ദീർഘകാലത്തേക്ക്. അപ്പോൾ ആ റീജിയനിൽ അതിപ്പോൾ നമ്മൾ ഖത്തറിൽ മാത്രമല്ല, ബഹ്റൈനിൽ അവർ വരും വലിയൊരു നാവൽ ഫ്ലീറ്റ് കിടക്കുന്നുണ്ട്. മീൻ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്കുള്ള ആ ഒരു മാരിടൈം ട്രേഡ് എല്ലാം അവരെ ഒരു കൺട്രോളിൽ, നിയന്ത്രണ, സെക്യൂരിറ്റിയിലാണ്. അപ്പം ഈ ഖത്തറിനെ സംബന്ധിച്ച് ഒരു ചെറിയ രാഷ്ട്രമാണെങ്കിൽ കൂടി നമുക്ക് കാണാൻ പറ്റും ആഗോള വാണിജ്യത്തിലും അല്ലെങ്കിൽ സാമ്പത്തിക ക്രമത്തിലും ഇത്തരത്തിലുള്ള മധ്യസ്ഥ ശ്രമത്തിലൂടെ ഡിപ്ലോമാറ്റിക് ഇതിലൊക്കെ ആയിട്ട് ഒരുപാട് റോൾ വഹിക്കുന്ന രാഷ്ട്രമാണ്. അതിപ്പോൾ നമ്മൾ ഹമാസിൻ്റെ കേസിൽ മാത്രമല്ല, നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ ക്രൈസിസ് വരുന്ന സമയത്ത് താലിബാൻ റെപ്രസെൻറ്റേറ്റീവ്സും ഇതേ ദോഹയിൽ തന്നെയായിരുന്നു. അപ്പം ഒരേ സമയം ഒരു സ്റ്റേറ്റ് ആക്ടറായിട്ടും അതേസമയം ഒരുപാട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ അഫയേഴ്സിലും ഡീൽ ചെയ്യുന്ന അത്തരം ഒരു മൾട്ടിപ്പിൾ റോളുള്ള അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു മീഡിയേഷൻ നിൽക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഒരു ഖത്തർ. ഇതേ അമേരിക്കയുടെ തന്നെ റിക്വസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയൊക്കെ റിക്വസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആക്ച്വലി ഈ പറഞ്ഞ പീസ് ടോക്സും കാര്യങ്ങളൊക്കെ ഖത്തർ അവിടെ അതിന് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത്തരം ഒരു രാഷ്ട്രത്തെ അറ്റാക്ക് ചെയ്യുന്നതോടുകൂടി ഇതിലൂടെ ഇസ്രായേൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പം ട്രംപ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഒരു പീസ് ടോക്കിൽ ഒരു സീസ് ഫെയർ പോലത്തെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോക്കിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അവർ ഈ ഒരു സമാധാന ശ്രമം അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഓരോ സ്റ്റേജിലും ഹമാസ് ഇപ്പം ഒക്ടോബർ അറ്റാക്ക്, അത് ആക്രമണം തന്നെ അത് അപലപിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അതിനുശേഷം പല സ്റ്റേജുകളിലായിട്ട് ഹമാസ് അവരെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ അറ്റാക്ക് നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ പലസ്തീൻ പ്രിസണേഴ്സിനെ വിട്ടുകൊടുക്കുക എന്നുള്ളത് അവരെ പ്രധാനപ്പെട്ട ഒരു അജണ്ട അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഇസ്രായേലി ഫോഴ്സസ് ഗാസ ടെറിട്ടറിന് പിൻവാങ്ങുന്ന ഈ ലക്ഷ്യങ്ങൾ അവർ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനോടൊന്നും കോംപ്രമൈസ് ചെയ്യാതെ ആദ്യത്തെ സ്റ്റേജിൽ കുറച്ച് ബന്ദികളെ വിട്ടയക്കുന്നു. പിന്നീടുള്ള ഈ ബന്ദികളെ വിട്ടയക്കുക അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം ഒരിക്കലും ഇസ്രായേലിൻ്റെ ഒരു മെയിൻ അജണ്ടയിൽ പിന്നീട് വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് ടോക്ക് ഇതിന് മുമ്പേ നടക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റേജിലും ഈവൻ ട്രംപ് വന്ന് പറഞ്ഞിട്ട് പോലും അത് ആക്സെപ്റ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ തയ്യാറാതെ അപ്പോഴൊക്കെ ഏതൊക്കെ സ്റ്റേജിൽ ഒരു പീസ് ടോക്ക് നടക്കുന്നു അപ്പോഴൊക്കെ അടുത്തൊരു അറ്റാക്കിലേക്ക് അവർ കിടക്കുകയാണ്. ഇപ്പോൾ അത് ഏറ്റവും അവസാനം ഉണ്ടായ പീസ് ടോക്കിലുണ്ടായ ധാരണ പോലും, അതായത്
ബൈഡൻ മാറി ട്രംപ് വരുന്ന ഘട്ടത്തിൽ വന്ന ഒരു സീസ് ഫയർ ഉണ്ടല്ലോ, ആ സീസ് ഫയറിൽ പോലും ഈ ബന്ദികളുടെ കൈമാറ്റത്തെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. ആ ധാരണ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വലിയ ആക്രമണം. അപ്പം ഒരു കാരണവശാലും സമാധാനം എന്നുള്ളത് അവരുടെ അജണ്ടയിൽ, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അജണ്ടയിൽ. ഇപ്പോൾ പോലും ട്രംപ് പറയുന്നത്, ഹമാസിനോടാണ് ട്രംപ് പറയുന്നത്, നിങ്ങൾ ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് സീസ് ഫയറിന് എഗ്രി ചെയ്യണം എന്ന് ട്രംപ് കൽപ്പിക്കുന്നത് ഹമാസിനോടാണ്. അതിനോട് പോലും നെഗോഷിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഹമാസിൻ്റെ നേതാക്കൾ ഒരു പക്ഷേ ഖത്തറിലെത്തുന്നത്. അവിടെ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം. ഒരു കാരണവശാലും ഞങ്ങൾക്കൊരു സീസ് ഫയറിന് താല്പര്യമില്ല, ലോകം എന്ത് പറഞ്ഞാലും ഏത് രാജ്യം പറഞ്ഞാലും ഞങ്ങളത് അനുസരിക്കില്ല എന്ന് വളരെ ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയത് ഒരു കൃത്യമായ അജണ്ടയിലുള്ള ഒരു നീക്കമായിട്ട് ഞാൻ കാണുന്നത്. അത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു, ഇപ്പം ഈവൻ ഒക്ടോബറിലെ ആ ഒരു അറ്റാക്ക് നടന്നാലും ഇല്ലെങ്കിലും ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നേരത്തെ ഇസ്രായേലിൻ്റെ ഇടക്കിടക്ക് പറയുന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ ഇസ്രായേലി സിയോണിസ്റ്റ് ലീഡേഴ്സൊക്കെ പറയുന്നൊരു കാര്യമാണ് എക്സ്പാൻഷൻ ഓഫ് ഇസ്രായേൽ, ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ളൊരു ആശയം. അപ്പോൾ അതിൽ പറഞ്ഞ പല ഗൾഫ് രാഷ്ട്രങ്ങളുടെ പ്രൊവിൻസൊക്കെ വരുന്നുണ്ട്, സിറിയയും ഇറാഖും എല്ലാം ഈജിപ്തൊക്കെ വരുന്നൊരു വിശാലമായൊരു ആശയമാണത്. അപ്പം അതിലേക്കുള്ള ലക്ഷ്യത്തിൽ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പോക്കാണെന്ന് ന്യായമായിട്ടും സംശയിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇസ്രായേലിന് ത്രട്ടായിട്ടുള്ള രാഷ്ട്രം, അത് സെക്യൂരിറ്റിക്ക് ത്രട്ട് ഞാൻ പറയുന്നില്ല, ഇസ്രായേലിൻ്റെ ഈ ഒരു സ്വപ്നത്തിന് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് ത്രട്ടായിട്ട് നിൽക്കുന്ന ഏതൊക്കെ ആക്ടേഴ്സ് ഉണ്ടോ, സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിക്കോട്ടെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, അവരെ 1 by 1 ആയിട്ട് ഉന്മൂലനം ചെയ്യുന്നൊരു പദ്ധതിയാണ്. ഇപ്പം ഹമാസിനെ ടാർഗറ്റ് ചെയ്യുന്നു, ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്തു, ഹൂത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം അറ്റാക്ക് ഉണ്ടായിരുന്നു, ഇറാനെ ടാർഗറ്റ് ചെയ്തു. ഇറാഖും സിറിയയും ഏതാണ്ട് ഇപ്പം ഒരു തരത്തിലും ഇസ്രായേലിനൊരു ചലഞ്ച് ആവുന്ന തരത്തിൽ ഇപ്പോഴേ പിക്ചറിലേ ഇല്ല. ഇനി അടുത്തൊരു സ്റ്റേജിലേക്കാണ് കിടക്കുന്നത്. അപ്പം ഇതുവരെ ഇസ്രായേലിനെ സൈനികമായിട്ട് ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള ഓരോരോ ഏജൻസികൾ അവർ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു, ആക്ടേഴ്സിനെ. ഇനി അടുത്തൊരു ലക്ഷ്യം സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ലെവലിലും സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ അടുത്തൊരു സ്റ്റേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിപ്പം ഇവിടെ അതൊരു പരീക്ഷണം ഖത്തറിൽ തുടങ്ങും. അതൊരു പരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഖത്തറിനെ തന്നെ അവർ ടാർഗറ്റ് ചെയ്യാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് ഉള്ള സ്ഥലം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്ഥലത്തെ ടാർഗറ്റ് ചെയ്യുന്നതോടുകൂടി ബാക്കി ഗൾഫ് രാഷ്ട്രങ്ങളും കൂടി ഇനി ഏത് സമയത്തും അത് പ്രതീക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. കാര്യം ഖത്തറിനെ ടാർഗറ്റ് ചെയ്യാൻ പറയുന്നത്, അതായത് സൈനികമായിട്ട് ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക ഒരു ത്രെട്ടാവാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഇറാനുണ്ട്, ഹിസ്ബുള്ള ഉണ്ടായിരുന്നു, ഹൂത്തികളുണ്ട്, അല്ലെങ്കിൽ സിറിയയിൽ ബാഷറിന്റെ സിറിയ ഉണ്ടായിരുന്നു, ഇറാഖിലെ പല ഫോഴ്സുകളും. അതിനെയൊക്കെ മിലിറ്ററി വൈസ് ഇസ്രായേൽ 1 by 1 ആയിട്ട് വീക്കൻ ചെയ്യുന്നു. ഇപ്പൊ അവർ വിചാരിക്കുന്നത് അതെല്ലാം ദുർബലമായി കഴിഞ്ഞു, അവരൊരിക്കലും ഇനി മിലിറ്ററി സൈനികമായിട്ട് വർഷങ്ങളെടുക്കും. അപ്പോൾ ഇതൊരു അവസരമാണ്. ഇനി ഖത്തർ എന്ന് പറയുന്നത് സൈനികമായിട്ട് ഒരിക്കലും വെല്ലുവിളിയല്ല. ഖത്തർ മാത്രമല്ല, ഇപ്പം GCC ഒരു രാജ്യവും സൈനികമായ വെല്ലുവിളിയല്ല. പക്ഷേ നയതന്ത്രപരമായിട്ട് അവർ വെല്ലുവിളിയാണ്. സാമ്പത്തികമായിട്ടും പൈസയുണ്ട്. അമേരിക്ക പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന താവളങ്ങളാണ്. ആ നിലയ്ക്ക് സാമ്പത്തികമായും നയതന്ത്രപരമായും ഈ രാജ്യങ്ങളൊക്കെ വെല്ലുവിളിയാണ്. ഇനി അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിനുള്ള അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്ക പോലും അതിനോട് എതിര് വരില്ല എന്നുള്ള അത് അമേരിക്കക്കും ഒരു വലിയ മെസ്സേജാണ് കൊടുക്കുന്നത്. അത് അമേരിക്കക്കും അതുപോലെ തന്നെ ബാക്കി ഇതിലൊരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലെ അമേരിക്കയുടെ നാവൽ ബേസോ മിലിറ്ററി ബേസോ എയർ ബേസോ പല സ്റ്റേറ്റ്സുകളായിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങളുണ്ട്, GCC രാഷ്ട്രങ്ങളുണ്ട്. ഇതിൻ്റെ വെരി പർപ്പസ് എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. ഈ രാഷ്ട്രങ്ങൾക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, ആ ഒരു പർപ്പസിനാണ് അവരവിടെ നിൽക്കുന്നത്. അല്ലാതെ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ ഇതിൽ വിചിത്രമായൊരിത്, അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി സഖ്യകക്ഷി ആയിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു എക്സ്റ്റെൻഡഡ് അമേരിക്ക ഒരു സെറ്റിലർ സ്റ്റേറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഇസ്രായേൽ,
അവർ ചോദ്യം ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ തന്നെ ഒരു അസ്തിത്വത്തെ, അമേരിക്കയുടെ തന്നെ അഭിമാനത്തെയാണ് ആക്ച്വലി. അത് അമേരിക്ക അറിഞ്ഞിട്ടായിക്കോട്ടെ അറിയാതായിക്കോട്ടെ എന്തായിക്കോട്ടെ. അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് ഉള്ള ഒരു സ്ഥലത്ത് അമേരിക്കയുടെ മിലിറ്ററി സെക്യൂരിറ്റി സപ്പോർട്ട് നിൽക്കുന്ന ഒരു ചെറിയ രാഷ്ട്രത്തിൽ കയറിയിട്ട് ആ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം പോലും സഖ്യരാഷ്ട്രമായ അമേരിക്കക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ബിഗ് ഫെയിലിയർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള UAE ആയിക്കോട്ടെ, ബാക്കിയുള്ള ബഹ്റൈൻ ആയിക്കോട്ടെ, ബാക്കിയുള്ള ഓരോ ഗൾഫ് സ്റ്റേറ്റ്സിനും, അത് സൗദി ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഒരു മെസ്സേജ് ആണിത്. അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഒന്നും അവരുടെ ഒരു സെക്യൂരിറ്റിക്ക് ഒരു എന്താണ് ഒരു ഗ്യാരണ്ടി അല്ല എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. അമേരിക്കക്ക് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സ് പറയുന്ന ഒരു പക്ഷേ അടുത്ത ഒരു അറ്റാക്ക് തുർക്കിയിലേക്കായിരിക്കും. ന്യായമായിട്ട് ഞാൻ സംശയിക്കുകയാണ്. കാരണം നെതന്യാഹും അതേപോലെ സിയോണിസ്റ്റ് ലീഡേഴ്സും ഇസ്രായേലി മിനിസ്റ്റേഴ്സും ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം അവരുടെ ടാർഗറ്റ് ചെയ്യപ്പെട്ട ഹമാസ് ലീഡേഴ്സിന്, അപ്പം ഖാലിദ് മിഷേലായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി ആളുകളൊക്കെ, അവർക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഖാലിദ് മിഷേലിനെ എനിക്ക് തോന്നുന്നു 1990 മുതലേ ടാർഗറ്റ് ചെയ്യുന്നത്. 97 ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ലീഡറാണ്. പക്ഷേ അയാളെപ്പോഴും അവർക്ക് കൊല്ലാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ എക്സിൽ കുറിച്ചിട്ടത്, ഞങ്ങൾ ആ ഒരു തീരുമാനം നടപ്പിലാക്കുന്നത് വരെ, അല്ലെങ്കിൽ ഈ ലീഡേഴ്സിന് ഉന്മൂലനം ചെയ്യുന്നവരെ, അത് ഏത് രാഷ്ട്രത്തിൽ ഒളിച്ചാലും ഞങ്ങളത് അവരെ പിന്തുടർന്ന് ചെയ്യുന്നു പറയും. അപ്പോൾ ഏത് രാഷ്ട്രത്തിലും എന്നുള്ളത് അത് ബാക്കി രാഷ്ട്രങ്ങൾക്ക് മെസ്സേജാണ്. ഇപ്പം നമ്മൾ അറിയുന്ന ന്യൂസ് പ്രകാരം ഒന്ന് ഖത്തർ, രണ്ടാമത് തുർക്കിയാണ് ഈ ഹമാസ് ലീഡേഴ്സിന് അഭയം കൊടുക്കുക എന്ന് പറയുന്നില്ല, അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപാട് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് നടത്തുന്നത്. ഈ പല മധ്യസ്ഥ ചർച്ചയിലൊക്കെ ഖത്തർ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു എന്താ പറയുക, ഹമാസിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് ലീഡർഷിപ്പിന് ഞങ്ങൾ ഇവിടെ സ്പേസ് കൊടുക്കുന്നതെന്ന് പറയുന്നത് അത് വളരെ എക്സ്പ്ലിസിറ്റ് ആണ്. കുറെ കാലമായിട്ട് അവർ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഒരു രാജ്യത്താണ് ഒരു ആക്രമണം നടത്തുന്നത്. അതും അത് കഴിഞ്ഞാൽ പിന്നെ സാധ്യതയുള്ള തുർക്കിയാണ്. അപ്പം ഇനി സ്വാഭാവികമായിട്ടും തുർക്കിയിലേക്കായിരിക്കും ഇനി അടുത്ത്. തുർക്കിയിലേക്ക് അപ്പോഴും നമ്മൾ ചിന്തിക്കും, എനിക്ക് തോന്നുന്നു ഈ ഖത്തറിൻ്റെ ഇതേ ഒരു വിധി തുർക്കിയെ കാത്തിരിക്കും. അപ്പം ഖത്തറും അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളും പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അമേരിക്കയുടെ ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു പ്രോ US ആറ്റിറ്റ്യൂഡ് നിലനിർത്തുന്ന ഈ രാഷ്ട്രങ്ങൾ ഒരിക്കലും ഇസ്രായേൽ ചലഞ്ച് ചെയ്യൂല എന്നുള്ളൊരു ധാരണ തകർന്നു പോയത്. ഇതേ സംഗതി തുർക്കിയുടെ പ്രത്യേകത, തുർക്കി നാറ്റോയിലെ മെമ്പറായിട്ടുള്ള ഒരേ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു റീജിയനിലെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേൽ തുർക്കിക്കെതിരെ ഒരു നിലപാടെടുത്താൽ, ഒരു അറ്റാക്ക് നടത്തിയാൽ, ഇപ്പം ഈ നാറ്റോയുടെ ഒരു പ്രഖ്യാപന പ്രകാരം എന്താണ്, നാറ്റോയിലെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നതാണ്. പക്ഷേ എഴുതി വെച്ചോളൂ, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്രായേൽ എങ്ങാനും തുർക്കി ആക്രമിച്ചാൽ അമേരിക്കയോ ഒരു സഖ്യരാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ പോകുന്നതില്ല. അന്ന് ആ കോണ്ടെക്സ്റ്റ് വരുമ്പം നാറ്റോയുടെ ബൈലോയും കാര്യങ്ങളൊക്കെ വേറെ ഒരു രീതിയിലാകും. അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. അപ്പം ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു, ഒരു പക്ഷേ അടുത്തൊരു അറ്റാക്ക് അത് തുർക്കിയിലേക്കായിരിക്കും. ഇതൊക്കെ ഒരു തരം ഒരു ടെസ്റ്റ് ഡോസായിട്ടാണ് ഞാൻ കാണുന്നത്. ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ കാണുന്നു തിരിച്ചടി അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏതൊക്കെ ലെവലിലായിരിക്കും, അത് പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി, എക്കണോമിക്കലി അല്ലെങ്കിൽ മിലിറ്ററിലി ഏതൊക്കെ കോണുകളിൽ നിന്ന് ഏത് എക്സ്റ്റെൻറ്റ് വരെ എത്ര കാലത്തേക്ക് വരുമെന്ന് വരെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഓരോ അറ്റാക്കും ഇസ്രായേൽ നടത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പറയുമ്പോഴേ, ഇന്നിപ്പോൾ ഖത്തറിൻ്റെ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. CNN കൊടുത്ത അഭിമുഖമാണ്, CNN കൊടുത്ത അഭിമുഖമാണ്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്രമണത്തിനുള്ള തിരിച്ചടി അത് GCC ഒരുമിച്ചായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ GCC ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ചെയ്യുക. അതൊരു പക്ഷേ സായുധമായൊരു നടപടിയായിരിക്കില്ല, പക്ഷേ കുറേ ലീഗലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലീഗലി ഒരുപാട് സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ഏകപക്ഷീയമായൊരു ആക്രമണം നടക്കുന്നു. ആ ആക്രമണം ഇൻ്റർനാഷണൽ നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗസയിൽ നടക്കുന്ന വംശഹത്യ പോലും ഇൻ്റർനാഷണൽ നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? അത് നടക്കുന്നൊരു കാര്യമാണോ, അതോ അതൊരു ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് ഒരു പ്രതീക്ഷ നൽകാൻ മാത്രമുള്ളൊരു പ്രഖ്യാപനമാണ്? അത് എൻ്റെ ഒരു
അഭിപ്രായത്തിൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒതുങ്ങും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ഈ പറഞ്ഞ ശക്തമായി അപലപിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ ചിലപ്പോൾ പത്രത്തിൽ കാണുന്ന പോലെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സംഗതി ആളുകളെ കണ്ട് അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒട്ടുമിക്ക ഈ GCC രാഷ്ട്രങ്ങളും അമേരിക്കയുടെ സെക്യൂരിറ്റി സർവൈലൻസ് സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കടന്നുകൊണ്ടുള്ള ഒരു ഒറ്റയ്ക്ക് ഒരു ഇനീഷ്യേറ്റീവിന് ഒരു തരത്തിലും അതിനുള്ള ശക്തി അവർക്ക് അത് കൂട്ടായിട്ട് പോലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും തരത്തിൽ അതിന്റെ സൈനിക ശേഷിയുള്ളത് ഇറാനും തുർക്കിക്കും മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ കൂട്ടായ ആണെങ്കിൽ പോലും സൈനിക ശേഷി നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ സാമ്പത്തികം എന്നുള്ള നിലയ്ക്ക് അവർക്ക് വലിയ റോളുണ്ട്. അല്ല, അത് നമ്മൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം തൊട്ട് പുറകെ ആദ്യം സന്ദർശിക്കുന്ന രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുക, സൗദിയും ഖത്തറും ആയിരുന്നു. സൗദിയായിട്ട് വലിയ ഡിഫൻസ് ഡീലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോടിക്കണക്കിന് ഡോളറിൻ്റെ ഡീലാണ് സൗദിയും അമേരിക്കയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഖത്തറിൽ വരുമ്പോൾ ഖത്തർ ട്രംപിൻ്റെ ഔദ്യോഗിക വിമാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ട്രോളുണ്ട്. ട്രോളാണെങ്കിൽ പോലും ഞങ്ങളുടെ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ഹൈറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്നാണ്. അതിൻ്റെ ഒരു കൗണ്ടർ ഈ പറഞ്ഞ ഈ സൗദി അല്ലെങ്കിൽ ഖത്തറൊക്കെ US ഇതിൽ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡ് പാർട്ട്ണർഷിപ്പൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ഇവർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു ബേസ്. ആ ഒരു പോയിന്റിനാണ് ഇത്തവണ വയലേറ്റ് ചെയ്തത്. നേരത്തെ ഇസ്രായേൽ വയലേറ്റ് ചെയ്തത്. നേരത്തെ ഇറാനായിരുന്നു ആക്രമിച്ചത്, അതും അമേരിക്കൻ ബേസാണ് ആക്രമിച്ചത്. ഇത് പക്ഷേ ഹമാസ് എന്നുള്ള അവരെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവരെ ഇതിൽ വിചിത്രമായിട്ടുള്ള കാര്യം, നമ്മൾ ഈ ഹമാസ് ഒരിക്കലും ഖത്തറിൽ നിന്ന് ഒരു ആക്രമണം നടത്തിയിട്ടില്ല. ഇപ്പൊ യമനിൽ ഇസ്രായേൽ നടത്തുന്നത് നമുക്ക് ഒരു തരത്തിൽ വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാം. കാരണം ഹൂത്തികൾ ഇസ്രായേലിനെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹിസ്ബുള്ള ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഗാസയിൽ നിന്ന് ഹമാസ് ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഈ ഖത്തറിൽ നിന്ന് ഹമാസ് ഒരിക്കലും ഇന്നേ വരെ ഇവർ ആക്രമിച്ചിട്ടില്ല. മറിച്ച് ഇവിടുത്തെ ലീഡേഴ്സ് അവിടെ ഈ മധ്യസ്ഥ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ അതേസമയം അവരെ സെക്യൂരിറ്റി ഒക്കെ ഇനി വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും ഇവിടുന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേറ്റിനെ തന്നെ ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം രാജീവ് സാറ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളിപ്പം ഈ കൂട്ടായിട്ട് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഖത്തറിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്നോ അത്തരം ഒരു ഇനീഷ്യേറ്റീവ്, ഒരു അറ്റാക്ക് എന്നുള്ള മോഡിലേക്ക് എന്താണ് വരും. മറിച്ച് വേറൊരു സാധ്യത ഞാനിപ്പോൾ കാണുന്നത്, ഇപ്പോൾ 1973 വാറിന് ശേഷം ഒരു പ്രധാനപ്പെട്ട ഈ അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റിൻ്റെ എപ്പിസോഡിൽ ഒരു നിർണായകമായ തീരുമാനം അറബ് ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ഈ നമ്മുടെ ഓയിൽ എംബാർഗോ എന്നുള്ളൊരു ഇഷ്യൂ നടക്കുന്നത്. അതായത് ഇസ്രായേലിൻ്റെ സഖ്യരാഷ്ട്രങ്ങൾക്കെതിരെ ഓയിൽ എംബാർഗോ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സാങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ ഈ സഖ്യരാഷ്ട്രങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിലും അല്ലെങ്കിൽ ജപ്പാൻ അടക്കമുള്ള ഒരുപാട് രാഷ്ട്രങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സഫർ ചെയ്തു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ പ്രൈസ് ക്വാഡ്രപ്പിൾഡ് എന്ന് പറഞ്ഞാൽ 4 ഇരട്ടിയാണ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു കോണ്ടാക്സിൽ. അപ്പം ഈ പെട്രോളിയം പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ മുഴുവൻ അത് അഫക്റ്റ് ചെയ്തു. അപ്പം നമുക്ക് ഗൾഫ് രാഷ്ട്രത്തിൻ്റെ പ്രത്യേക ലോകത്തിൽ തന്നെ നല്ലൊരു ശതമാനം എണ്ണ ഉൽപ്പാദനം, അതിന് റിസർവ്സ് ഇന്ത്യയുടെ ഒക്കെ എനിക്ക് പിന്നെ 2/3 ഈ ഈ നാച്ചുറൽ ഗ്യാസ് ഖത്തറിൽ നിന്നാണ് വരുന്നത്. പിന്നെ റഷ്യ ഒക്കെ പ്രധാനപ്പെട്ട. അപ്പം ഈ ഒരു റീജിയൻ ഇത്തരത്തിലുള്ള ഒരു എനർജി ഹബ്ബ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ എനർജി സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വളരെ കണക്ട് ചെയ്യപ്പെട്ട ഒരു റീജിയൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റീജിയനിൽ എന്ത് സംഭവിച്ചാലും അത് ഇന്റർനാഷണൽ ഒരു എക്കോണമി അല്ലെങ്കിൽ എനർജി സെക്ടറിനെയും ഇൻഡസ്ട്രിയൊക്കെ അതാണ് ഞാൻ ചോദിക്കുന്നത്. വെച്ചാൽ ഇപ്പോൾ ഖത്തർ ഇന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഖത്തർ പ്രധാനമന്ത്രി പറയുന്നത് ഞങ്ങൾ യോജിച്ചായിരിക്കും ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ ഒരു ഇസ്രായേലിനൊരു മറുപടി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലൊക്കെ ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുമല്ലോ. അത് അവർക്ക് നേരത്തെ ചെയ്യാമല്ലോ. പക്ഷേ അതിലേക്കൊക്കെ എത്തുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ അമേരിക്ക വലിയ ക്രൈസിസിലേക്കായിരിക്കും പോവുക. ഇത്തരം ഒരു മൾട്ടിപ്പിൾ ഇത് വരുന്നു. ഇപ്പോൾ അതേസമയം ഇന്ത്യ ഇപ്പം ബ്രിക്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇത് വരുന്നു. അതിന്റെ കൂടെ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ഇത്തരത്തിലൊരു തീരുമാനമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അമേരിക്കൻ എക്കോണമിയും എല്ലാവരും ബാധിക്കും. ഒരു സംശയമില്ല, അത് ഒരുപാട് രാഷ്ട്രങ്ങൾ ബാധിക്കും കേട്ടോ. അതിപ്പോൾ ഈവൺ ഈ ഒരു യുദ്ധത്തിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് പോലും ഭാഗമല്ലാത്ത ഇന്ത്യയെ പോലും ഒരു പക്ഷെ അതെല്ലാം ബാധിക്കാം. കാരണം പെട്രോളിയം പ്രൈസ് ഒക്കെ കൂടുക എന്ന് പറഞ്ഞാൽ അത് ആഗോള പ്രത്യേകിച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന നല്ലോണം അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സാധ്യത ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നേരത്തെ ലിറാർ സംസാരിച്ചപ്പോൾ ഇറാനെ ആക്രമിക്കുന്ന പോലെയോ ഹിസ്ബുള്ളെ ആക്രമിക്കുന്ന പോലെയോ ഹൂത്തികളെ ആക്രമിക്കുന്ന പോലെയോ സിറിയയിലെ ആക്രമണം നടത്തുന്ന പോലെ അല്ല
സൈനികമായിട്ട് എന്തായാലും ഖത്തറിൽ ആക്രമണം നടത്തുന്നത്. തിരിച്ചടികൾ അതേസമയം സാമ്പത്തികമായിട്ട് അതെ, സാമ്പത്തികമായി ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, അതേക്കുറിച്ചുള്ളൊരു ആലോചനയുടെ ലക്ഷണമാണോ ഇപ്പോൾ ഖത്തറിലെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന? ഞങ്ങൾ യോജിച്ചായിരിക്കും ഒരു മറുപടി കൊടുക്കുക. അല്ല, ആ ഒരു സാധ്യത മാത്രമേ നിലവിൽ അവരെ മുന്നിലുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് 1973 അല്ലെങ്കിൽ 74 ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ല ഇപ്പോൾ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അന്ന് ഒരൊറ്റ അറബ് രാഷ്ട്രവും ഇസ്രായേലുമായിട്ട് ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെക്കാത്തൊരു കോണ്ടെക്സ്റ്റിലാണ് ഈ പറഞ്ഞത് നടക്കുന്നത്. അതിനുശേഷം 79 ഈജിപ്ത് ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് കൂടി ഇസ്രായേലിനെ അംഗീകരിച്ചു. ഈജിപ്ത് ബിക്കേം ദ ഫസ്റ്റ് അറബ് കൺട്രി ടു റെക്കഗ്നൈസ് ഇസ്രായേൽ ആസ് എ സോവറിൻ സ്റ്റേറ്റ്. പിന്നെ ജോർദാൻ 94 വന്നു. അതിനുശേഷം നമുക്കറിയാം, അതിനിടെ തന്നെ 93 ഈവൻ PLO തന്നെ ഓസ്ലോ അക്കോർഡ് സൈൻ ചെയ്യുന്നു. പിന്നീട് ഇപ്പം 2000 ആ ഒരു 2020 സമയത്ത് അബ്രഹാം അക്കോർഡ് കൂടി ബഹ്റൈൻ വരുന്നു. ബഹ്റൈൻ ആദ്യത്തെ ഗൾഫ് രാഷ്ട്രമായി. UAE വരുന്നു, പിന്നെ സുഡാൻ വരുന്നു, ഈ രാഷ്ട്രങ്ങളൊക്കെ വരുന്നു, മൊറോക്കോയിൽ വരുന്നു. അപ്പോൾ നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ വരുന്നു, അതേപോലെ ഗൾഫ് രാഷ്ട്രങ്ങളടക്കം ഇവർ അംഗീകരിച്ച് ഈവൻ സൗദി അറേബ്യ വരെ ഫോർമലി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലേക്ക്, ഒരു കണ്ടീഷനിലേക്ക് എത്തുന്ന കോണ്ടെക്സ്റ്റിലാണ് ഈ ഹമാസിൻ്റെ അറ്റാക്ക് നടക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ രാഷ്ട്രങ്ങൾക്ക് റീതിങ്ക് ചെയ്യാം ആ സൈൻ ചെയ്ത പീസ് അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി ബാക്കി രാഷ്ട്രങ്ങളെ കൂടിയും ബാക്കി ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ട്രംപൊക്കെ ടാർഗറ്റ് ചെയ്തിരുന്നു ഈ ഒരു പീസ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമാക്കാൻ. അപ്പോൾ അതിനൊക്കെ ഇനി അടുത്തൊന്നും അത് പോസിബിൾ അല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അൾട്ടിമേറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേലിൻ്റെ തന്നെ ഒരു സെക്യൂരിറ്റിയാണ് ഇതൊക്കെ ബാധിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവർ ന്യായമായിട്ട് പറയുന്നത് ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ഇസ്രായേലിനുണ്ട്, അത് ഏതറ്റം വരെ പോകുന്നൊക്കെ പറയുന്നത്. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട എനിക്ക് തോന്നുന്നത്, ഇപ്പം ഇസ്രായേൽ എന്ന രാഷ്ട്രം ഫോം ചെയ്ത അന്ന് മുതൽ ഇതേ നയം അവർ പുലർത്തുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു മിഡിൽ ഈസ്റ്റ് റീജിയനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ അവർക്ക് പറ്റുമോ എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഈ അറ്റാക്ക്, ഒക്ടോബറിൽ നടന്ന അറ്റാക്ക് അവർക്ക് തടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇത്രയും വലിയ മിലിറ്ററി മൈറ്റ് ആയിട്ടുള്ള ഏത് രാഷ്ട്രത്തിലും പോയിട്ട് ടാർഗറ്റ് ചെയ്ത ആളെ പ്രിസിഷൻ അറ്റാക്കിലൂടെ ചെയ്തത്, ഈവൻ ഇപ്പോൾ ഖത്താറിൽ നടത്തിയത് അല്ലെങ്കിൽ ഇതൊക്കെ അവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേ രാഷ്ട്രത്തിന് എന്തുകൊണ്ട് അവരെ നാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ഈ ആളുകളെ ഹമാസ് വിട്ടുകൊടുത്തതല്ലാതെ സൈനികപരമായിട്ട് എത്ര പേരെ മോചിപ്പിക്കാൻ പറ്റി എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അത് ഇസ്രായേലിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു ഈ പറഞ്ഞൊരു ആക്രമണം എല്ലാവരെയും ഇതാക്കുന്ന ഒരു രീതിയിൽ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോഴും ഇപ്പോൾ ഗ്രൗണ്ട് അറ്റാക്കും അവിടെ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ വീക്കായിട്ട് പല സ്റ്റേജിൽ നെതന്യാഹു അവകാശപ്പെട്ട ഹമാസിനെ വീക്കം ചെയ്തു, തകർത്തി എന്ന് പറയുന്ന കോണ്ടക്സ്റ്റിൽ പോലും ഈ പറഞ്ഞ ബന്ദികൾ അവർക്ക് മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഗാസ സിറ്റിയിൽ നിങ്ങൾ ഒഴിഞ്ഞു പൊക്കോളൂ, ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും തിരിച്ചുള്ള ആക്രമണം അവർക്ക് വരുന്നുണ്ട്. അപ്പം അവരെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടിയിട്ടില്ല. ഒന്ന്, ഹമാസിനെ പൂർണ്ണമായിട്ടും തകർക്കുക എന്നുള്ള ലക്ഷ്യം നേടിയിട്ടില്ല. അതേപോലെ തന്നെ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള നേട്ടം ഉണ്ടായിട്ടില്ല. ആകെ നടക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ഒരുപാട് രാഷ്ട്രങ്ങളെയും ഒരുപാട് പുതിയ ആക്ടേഴ്സിനെ ഇൻക്ലൂഡിങ് ഗൾഫ് രാഷ്ട്രങ്ങളടക്കം വീണ്ടും വലിച്ചടക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇസ്രായേലിന് സെക്യൂരിറ്റി ഇല്ല, കൂടുതൽ ഇൻസെക്യൂരിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ റീജിയണിലെ ഓരോ മിലിറ്റൻ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഫോർമേഷൻ്റെ ഇയർ ഒന്ന് രാജീവ് സാർ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നടന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ ക്രിയേഷന് ശേഷം മാത്രമാണ്. 1982 ഈ ഹിസ്ബുള്ള വരുന്നത്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ലെബനാൻ ഇൻവേഷനാണ്, ആ ഒരു അവിടുത്തെ സിവിൽ വാറിൻ്റെ ഭാഗമായത്. അതിനുശേഷം നടക്കുന്ന ഇപ്പോൾ 87 ഈ ഇൻതിഫാദയുടെ കോണ്ടെക്സ്റ്റിലാണ് ഹമാസ് ഫോം ചെയ്യുന്നത്. 90കളുടെ ശേഷം മാത്രമാണ് ഹൂതീസ് വരുന്നത്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ ഒക്കെ ഫോർമേഷനിൽ അറിഞ്ഞോ അറിയാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻഡിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ ഈ പറഞ്ഞ എക്സ്പാൻഷനിസ്റ്റ് പോളിസീസോ അല്ലെങ്കിൽ നേരത്തെ സോവർണിറ്റി വയലേറ്റ് ചെയ്ത് വേറെ രാഷ്ട്രത്തിൻ്റെ ഇൻറ്റേർണൽ അഫയേഴ്സിലോ കാര്യത്തിൽ ഇടപെടുന്നതിൻ്റെ ഡയറക്റ്റ് ബന്ധമുണ്ട്. അതൊക്കെ എപ്പോഴും ഇസ്രായേലിൻ്റെ ന്യായീകരണം ഇവരെല്ലാം ഇസ്രായേലിൻ്റെ എക്സിസ്റ്റൻസിന് ത്രെട്ടാണെന്ന് പറയുന്നത്. ഈ ത്രെട്ടാണ് പറയുന്ന രാഷ്ട്രങ്ങൾ, ഈ രാഷ്ട്രങ്ങൾ തന്നെ കൂടുതൽ മിലിറ്റൻ്റ് ഓർഗനൈസേഷൻസ് വരാണ്. അതിനുശേഷമാണ് ഇറാഖിലും സിറിയയിലും ഒരുപാട് പല പേരുകളിലായിട്ട് പല ഇപ്പോൾ സുന്നികൾ വിഭാഗത്തു നിന്നും ഷിയ വിഭാഗത്തു നിന്നും ഒരുപാട് മിലിറ്റൻ്റ് ഓർഗനൈസേഷൻസ് വരാണ്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ സ്ട്രാറ്റജീസും ഇസ്രായേൽ ചെയ്യുന്ന ഓരോ അറ്റാക്കുകളും ഓരോ ഇടപെടലും ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സമാധാനത്തോടൊപ്പം ജീവിക്കേണ്ട. പക്ഷെ അത് പറ്റുന്നില്ലല്ലോ, കൂടുതൽ ഇൻസെക്യൂരിറ്റിയിലേക്കാണ് പോകുന്നത്. നമ്മൾ അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇറാനിലൊരു പ്രിസിഷൻ അറ്റാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇസ്രായേൽ നടത്തിയത് വളരെ ഗംഭീരമായിട്ടുള്ള പ്രിസിഷൻ അറ്റാക്കാണ് എന്ന് വേണമെങ്കിൽ ഇസ്രായേൽ പക്ഷത്ത് നമുക്ക് പറയാം. കാരണം വെച്ചാൽ അവിടുത്തെ
ഈ ഇറാൻ്റെ സേനാ മേധാവികൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആ സ്ഥലത്ത് പോയി ആക്രമിക്കുന്നു. അതുപോലെ ഹമാസിൻ്റെ ടോപ്പ് ലീഡേഴ്സ് ഇറാനിൽ ചെന്നാൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് വളരെ കോർഡിനേറ്റഡായി ചെയ്തിട്ട് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിൽ അവർ വിജയിക്കുന്നു. ഖത്തറിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഖത്തറിൽ ഈ പറയുന്ന പീസ് ടോക്കിന് വേണ്ടിയിട്ടുള്ള നേതാക്കൾ എവിടെയാണോ എത്തുന്നതെന്ന് മനസ്സിലാക്കുക, റൂമിൽ തന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. അത്രയും പ്രിസൈസ് ആയിട്ട് എന്താ പറയുക, ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ അവിടെ ചെന്ന് 10 ബോംബുകൾ ഇട്ടു എന്നാണ് അവർ പറയുന്നത്. ആ ബോംബുകൾ പോലും അത്രയും കറക്റ്റായിട്ട് അവിടെ ചെയ്യാം. അപ്പം എന്ന് വെച്ചാൽ ഇത് എന്താ ഖത്തറിലെ ആളുകളുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂടി അല്ലാതെ ഇത് നടക്കില്ല. അല്ല, അത് ഇറാന്റെ കേസിൽ നമ്മൾ സംഭവിച്ചു, ഇറാന്റെ കേസിൽ അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇറാൻ അത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ടാവും. ഖത്തറിനെ സംബന്ധിച്ച് ഇത് പക്ഷേ ഒരു അത്ഭുതമായിരിക്കും. ഖത്തറിലുള്ള ആളുകളെ വരെ സ്വാധീനിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അതൊരു പക്ഷേ ഈ GCC രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമാണ്, അല്ലെങ്കിൽ അവർ കൂടുതൽ ജാഗ്രതയോടുകൂടെ സമീപിക്കേണ്ട ഒരു കാര്യമാണ്. ഈ തിരിച്ചറിവെങ്കിലും ആ രാജ്യങ്ങൾക്കുണ്ടാവും. അല്ല, അതൊരു വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കാര്യം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഈ പറഞ്ഞ പ്രിസിഷൻ അറ്റാക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അകത്ത് നിന്നുള്ള ഒരു സഹായം കിട്ടാതെ, ഇപ്പം നമ്മളിപ്പം മൊസാദിനെ ഗ്ലോറിഫൈ ചെയ്ത് പറയും മൊസാദിൻ്റെ ചാരന്മാർ അത്രയും പവർഫുള്ളാണ്. ഈ പറഞ്ഞ ചാരന്മാർക്ക് വിവരം ചോർത്തി കൊടുക്കാനുള്ള ചാരന്മാർ അകത്തുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അതൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ മൊസാദ് എന്ന ഏജൻസി വളരെ സക്സസ്ഫുൾ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്പൈ ഏജൻസി എന്നുള്ള ഇതിൽ അവരവരെ ഒരു ക്രെഡിറ്റ്, അവരെപ്പോഴും അത് ക്രെഡിബിലിറ്റി അത് നിലനിർത്തുന്നുണ്ട്. ഈ പറഞ്ഞ ഒക്ടോബറിലെ അറ്റാക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് എല്ലാ സ്റ്റേജിലും അവർ സക്സസ്ഫുള്ളി അവരെല്ലാം ഓരോ ഈ അസാസിനേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ ചോർത്തുന്ന കാര്യത്തിൽ അവർ വളരെ സക്സസ്ഫുൾ. അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രിസിഷൻ അറ്റാക്ക്, ഇപ്പം നേരത്തെ പറഞ്ഞു ഇറാൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ ഈവൻ ഇറാനിയൻ പ്രസിഡന്റിൻ്റെ തന്നെ ഏറ്റവും അടുത്തൊരു കോമ്പൗണ്ടിലാണ് ഈ പറഞ്ഞ അറ്റാക്ക് നടക്കുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഇസ്മായിൽ ഹനിയെ അവർ ടാർഗറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു അറ്റാക്ക് ആയിരുന്നു ഇപ്പോൾ ദോഹയിൽ നടന്നത്. കറക്റ്റ് അവരെ സമ്മേളിക്കാൻ സാധ്യതയുള്ള ആ റൂം തന്നെ ടാർഗറ്റ് ചെയ്ത്. അപ്പോൾ അത്രയും ദൂരെ നിന്ന്, അതും നമ്മൾ ഓർക്കണം, ഇപ്പോൾ ഇസ്രായേലിന് അറ്റാക്ക് നടക്കാൻ സിറിയ അതേപോലെ ഇറാഖിൻ്റെ ഒക്കെ എയർ സ്പേസ് കടന്നിട്ടാണ് ഈ ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വിചിത്രമായിട്ട് ചിന്തിക്കും, ഇവിടെയൊക്കെ എന്താണ് അമേരിക്കയുടെ സർവൈലൻസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ ഇവിടെ അടക്കം ഖത്തറിലടക്കം എന്നിട്ടും എന്തുകൊണ്ട് അമേരിക്കയുടെ എയർബേസ് ഉള്ള അല്ലെങ്കിൽ അത് അമേരിക്ക കൂടി റെസ്പോൺസിബിലിറ്റി ഉള്ള ഖത്തറിനെ ഇത് അറിയിച്ചില്ല, അല്ലെങ്കിൽ ഖത്തർ ഇത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് അമേരിക്ക അറിഞ്ഞിട്ടില്ല, ലാസ്റ്റ് മൊമെൻ്റ് അറിയുന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം പ്രസക്തമാണ്. എന്തുകൊണ്ട് പിന്നെ ഈ ഒരു അറ്റാക്ക് നടന്നു, എന്തുകൊണ്ട് അതിനെ സെലക്ട്? അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പലപ്പോഴും മറന്നു പോകുന്ന, അല്ലെങ്കിൽ വെറും നമ്പറുകളായിട്ട് ചുരുങ്ങി പോകുന്ന പലസ്തീനിലെ ഈ ഒരു മരണങ്ങളാണ്. ഇപ്പം 70,000-ഓളം അടുക്കുന്നു. അത് ഒഫീഷ്യൽ കിട്ടിയ ഡോക്യുമെന്റ് പ്രകാരം അത് മാത്രമാണ്. ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ അതിനെ പറ്റി ഒരു പിക്ചറൊന്നുമില്ല. ഇത്രയും പ്രിസിഷൻ അറ്റാക്ക് നടത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രം, അതും കിലോമീറ്ററുകളപ്പുറത്ത് ഖത്തറിലും ഇറാനിലും നടത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രം, അല്ലെങ്കിൽ അത്രയും സെക്യൂരിറ്റി അപ്പാരറ്റസും ഈ പറഞ്ഞ സോഫിസ്റ്റിക്കേറ്റ് വെപ്പൺസും മുഴുവനുള്ള ഒരു രാഷ്ട്രം എന്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഗാസ എന്ന ടെറിട്ടറിക്കകത്തുള്ള ഹമാസിൻ്റെ ഫൈറ്റേഴ്സിനെ അവർക്ക് നീക്കം ചെയ്യാൻ പറ്റില്ല? അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് ആണല്ലോ ഈ ഒരു അറ്റാക്കിൽ. അവിടെ പ്രിസിഷൻ അറ്റാക്ക് നടക്കുന്നില്ല. അവർ പറഞ്ഞ അവിടെ വേണമെന്ന് വിചാരിച്ചതൊക്കെ ചെയ്യാമായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്യുന്നത് പകരം ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ, സ്ത്രീകളെയും കുട്ടികളെയും തന്നെ ടാർഗറ്റ്? അപ്പം ഇത് നമ്മൾ വളരെ ക്ലിയർ ആണ്. ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ ഹമാസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇല്ലാതാക്കുന്ന അപ്പുറത്തായിട്ട് ഒരു ജെനോസൈഡും അതിൻ്റെ കൂടെ തന്നെ ഒരു ഇസ്രായേലിൻ്റെ ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസിയും അത് തന്നെയാണ്. വളരെ വളരെ ക്ലിയർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്യായിരുന്നില്ല അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇറാനിൽ നടത്തിയതുപോലെ ഒരു പ്രസിഷൻ അറ്റാക്കോ ഖത്തറിൽ ഇപ്പോൾ നടത്തിയ പോലെ പ്രസിഷൻ അറ്റാക്കോ ആയിരുന്നെങ്കിൽ അത് ഗാസ സ്ട്രിപ്പിൽ നേരത്തെ നടത്താമായിരുന്നു. പ്രയാസമില്ല ചെയ്യായിരുന്നു. ഇപ്പോൾ ഖത്തറിന്റെ സർവൈലൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഖത്തറിന്റെ മാത്രമല്ല, അമേരിക്കയുടെ കൂടിയാണ് ചലഞ്ച് ചെയ്യുന്നത്. അതിനെ ചലഞ്ച് ഇറാന്റെ സർവൈലൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇറാന്റെ മാത്രമല്ല, അത് റഷ്യയുടെ ഹെൽപ്പോടുകൂടിയുള്ള സർവൈലൻസ് മെക്കാനിസം ആണ്. അപ്പോൾ അതിനെ ബ്രീച്ച് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഇതൊന്നുമില്ല. ഇത് ഗാസ സ്ട്രിപ്പിലെ ഹമാസിന്റെ
കൂട്ടങ്ങൾ, അവർ ചെറിയൊരു കൂട്ടം മാത്രം. അതും മാത്രം മീൻസ് അതിന് ഒരു തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ ബാക്കി രാഷ്ട്രങ്ങൾ അത്തരത്തിലുള്ള ഒരു ഓപ്പൺ സപ്പോർട്ടോ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത പോലും ഇല്ല. എല്ലാം ഇസ്രായേലിന് ചുറ്റുഭാഗം അവരൊരു സർവൈലൻസ് സിസ്റ്റത്തിൻ്റെ അകത്ത് നിൽക്കുന്ന, ഈവൻ പറഞ്ഞ അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർ ഇതിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ അതവർ വേണ്ടാന്ന് വിചാരിച്ചിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പകരം അതിനെ മറയാക്കിയിട്ട് ഒരു വലിയ ജനോസൈഡും കാര്യങ്ങളും നടത്തുന്നു. അതാണ് വളരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ട്രംപ് അത് അറിഞ്ഞു അറിയാതെ തുറന്നു തന്നെ പറഞ്ഞു അതൊരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റുന്നു. എത്ര സിമ്പിളായിട്ടാണ് ഒരു മനുഷ്യൻ പറയുന്നത്. അത്രയും മില്യൺ കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലത്തെ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആട്ടിപ്പാക്കുന്നത്. മൾട്ടിപ്പിൾ ടൈം ഡിസ്പ്ലേസ്മെന്റ് ആണ് നടക്കുന്നത്. ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2 വർഷത്തിന് 10-15 തവണ ആളുകൾ ഇങ്ങനെ ഫോഴ്സ്ഡ് റീലൊക്കേഷൻ നടന്ന ഒരു ഈവൺ അഭയാർത്ഥി ക്യാമ്പുകൾ എല്ലാം അറ്റാക്ക് ചെയ്യപ്പെടുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വലിയ നല്ല ബോംബുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എല്ലാം ഒറ്റയടിക്ക് തീർക്കാൻ നല്ലത്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ആളുകളെ ഈ രീതിയിൽ നിരപരാധികളെ കൊല്ലാക്കൊല ചെയ്തിട്ട് ഇങ്ങനെ ആളുകൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ നരകയാതന നമ്മളിങ്ങനെ ഡെയിലി മീഡിയയിൽ അതൊരു നോർമൽ കാര്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ജനതയുടെ ഒരു കാര്യം എല്ലാം നമ്പറിലാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇന്ന് എത്രയാണ്, നാളെ എത്ര 1000 കോടി, പട്ടിണി കിടന്ന് എത്ര ആൾ മരിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യുമ്പോൾ എത്ര ആൾ മരിക്കുന്നു. ഈ ഒരു കണക്കിൽ മാത്രം, അല്ലാതെ വലിയ കെട്ടിടങ്ങൾ അത് എത്ര പേര് മരിക്കുന്നു, എത്ര വലിയ കെട്ടിടങ്ങൾ, എത്ര ഓഫീസുകൾ, ഇങ്ങനെ എല്ലാം എണ്ണങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങാണ് മനുഷ്യജീവനുകളൊക്കെ. ഇതൊക്കെ മനുഷ്യന്മാരല്ലേ? ഇപ്പോൾ ഇസ്രായേലിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലും എല്ലാവരും മനുഷ്യന്മാരല്ലേ? എല്ലാം നിരപരാധികൾ. ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവരുടെ ഇപ്പം നെതന്യാഹുവിൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ഈ പല ഇഷ്യൂസും അഴിമതി ആയിക്കോട്ടെ, വാട്ടർ റൈറ്റീസ്, അപ്പോൾ അതിൽ നിന്ന് താൽക്കാലികമായിട്ട് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് ജനോസൈഡിനെ തിരഞ്ഞെടുക്കുക ലോകത്തിലെ തന്നെ വിചിത്രമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഒരു രാഷ്ട്രം കഴിയുമ്പോൾ അടുത്ത രാഷ്ട്രത്തിലേക്ക് കയറുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. വളരെ വിചിത്രം. ലോകത്തിൻ്റെ അത്ഭുതം. ഞാൻ അവസാനം ഒറ്റ കാര്യമാണ് ചോദിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ഈ ജീനോസൈഡിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും ലോകത്ത് മുമ്പ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒക്കെ പല നേതാക്കളെയും ജനോസൈഡിൻ്റെ പേരിൽ ട്രയൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഖത്തറി ആക്രമണം തുടങ്ങുന്നതിൻ്റെ തൊട്ട് പിറകെ അവരുടെ ആദ്യത്തെ റിയാക്ഷൻ ഞങ്ങൾ ലീഗലായിട്ടുള്ള എല്ലാ അവന്യൂസും ഞങ്ങൾ നോക്കും എന്നാണ് അവർ പറയുന്നത്. വലിയൊരു ജീനസൈഡ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയ്ക്കോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അവകാശപ്പെടുന്ന പോലെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇതിനെ റെസ്പോൺസിബിൾ ആക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന ട്രംപിൻ്റെ പ്രസ്താവന വെച്ചിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ട്രംപ് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്കതിൽ വലിയ അതൃപ്തിയുണ്ട്, അത്രേ ഉള്ളൂ, അവിടെ നിൽക്കും കാര്യങ്ങൾ. അതാണോ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം? ഇതിപ്പോൾ നമ്മൾ ഇപ്പം ലോകത്തിൽ ഒരുപാട് റിസോൾവ് ചെയ്യപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രശ്നമായിട്ടാണ് ഞാൻ ഈ പലസ്തീൻ കോസിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ കാണുന്നത്. പക്ഷേ ഇത്രയും വർഷമായിട്ടും അത് സോൾവ് ചെയ്യാൻ ലോകത്തിലെ 193 രാഷ്ട്രങ്ങൾ മെമ്പേഴ്സായിട്ടുള്ള UN അടക്കമുള്ള ഒരു ബോഡിക്ക് ഇന്നേ വരെ പറ്റിയിട്ടില്ല എന്നുള്ളത്. ഒന്നും വേണ്ട, 2 വർഷമായിട്ട് നടക്കുന്ന ഈ ഒരു ജനോസൈഡിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആന്റോണിയോ ഗുട്ടറസ് UN സെക്രട്ടറി ജനറൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഈവൻ ഈ അറ്റാക്കിനടക്കം പുള്ളിയുടെ ഒരു വേർഷനിൽ പുള്ളി പറഞ്ഞത് October 7 ശൂന്യതയിൽ നിന്നുണ്ടായതല്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഇസ്രായേലും അതിന് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, പിന്നീട് അതിനുശേഷം വേറൊരാളും അത്ര ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. അപ്പം ഇത് വളരെ ക്ലിയർ ആണ് ഇതിൽ ആരാണ് ഇരകൾ, ആരാണ് അക്രമികൾ എന്നുള്ളത്. ഇനിയിപ്പോൾ ഹമാസിനോട് അത് ഉൾപ്പെടുത്തിക്കോട്ടെ, പക്ഷെ അപ്പോഴും നിരപരാധികളെ ആളുകൾ ഒരു ഭാഗത്തോടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു ഇത്രയും വർഷങ്ങളായിട്ടും നമ്മൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലോയും ഈ പറഞ്ഞ സംഗതികളും നമ്മൾക്ക് വർഷങ്ങളായിട്ട് ഇത് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇൻ്റർനാഷണൽ ലോ ഇപ്പോൾ ഹമാസിനെതിരെയുള്ള അറ്റാക്ക് വേണമെങ്കിൽ നമുക്കത് മാറ്റാം, അല്ലെങ്കിൽ പലസ്തീനിയൻസിൻ്റെ മാറ്റാം. കാരണം പലസ്തീൻ എന്നുള്ളൊരു സ്റ്റേറ്റ് നിലവിലില്ല എന്നെങ്കിൽ ന്യായീകരിക്കാം. ഇറാനെതിരെയുള്ള ആക്രമണത്തെ എന്താ ന്യായീകരണം, അല്ലെങ്കിൽ ഖത്തറിനെതിരെയുള്ള അതൊരു സോവറൻ സ്റ്റേറ്റ് ആണ്. ഇതിനൊക്കെ ഒരു ഇൻ്റർനാഷണൽ ലോയും പിന്നെ രാജു സാറ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു നോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഒരു രാഷ്ട്രത്തിന് മാത്രം അപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ ബാക്കി രാഷ്ട്രങ്ങളെല്ലാം ബാധകമാണ്. UN സെക്യൂരിറ്റി കൗൺസിലിൽ തന്നെ എത്ര തവണയാണ് ഇസ്രായേലിനെതിരെ റെസൊല്യൂഷൻസ് വന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ റെസൊല്യൂഷൻസ് പാസ്സായത് ഇസ്രായേലിനെതിരാണ്. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് അമേരിക്കയുടെ ഒരു വീറ്റോ അവിടെ കാണാൻ പറ്റും.
ഈവൻ പാസ്സായ റെസൊല്യൂഷൻ പോലും ഇസ്രായേൽ പാലിച്ചിട്ടില്ല. അപ്പോൾ റെസൊല്യൂഷൻ 242 6 ഡേ വാറിൻ്റെ കോണ്ടെക്സ്റ്റിൽ റെസൊല്യൂഷൻ വന്നിരുന്നു. ഞാനൊക്കെ പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട്. അതിൽ പറയുന്നത് ഇസ്രായേലിന് എന്താണ് വിത്ഡ്രോവൽ ഓഫ് ഇസ്രായേലി ഫോഴ്സസ് ഫ്രം ഗാസ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒക്കുപ്പൈഡ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞൊരു പ്രമേയം ഉണ്ടായിരുന്നു. ആ പ്രമേയം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാണ്ട് പിന്നെ ഒരു വാർ നടന്ന കോണ്ടെക്സ്റ്റിൽ വേറെ ആ റെസൊല്യൂഷൻ്റെ നമ്പർ മാറ്റാണ്ട് 338 എന്ന റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ 338 പറയുന്നത് ഇമ്മീഡിയറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ റെസൊല്യൂഷൻ 242 എന്നാണ്. അപ്പോൾ ഒരു ഏജൻസിയുടെ ഒരു ഹെൽപ്ലെസ്നെസ് അതിൽ തന്നെ വളരെ ക്ലിയർ അല്ല. അപ്പം UN പോലത്തെ വലിയൊരു ഏജൻസിയോ അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിനോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ നിന്ന് അതൊക്കെ വെറും ഒരു നമുക്ക് എന്താണ് ഈ നീതിയിലും അല്ലെങ്കിൽ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു താൽക്കാലിക ഒരു ആശ്വാസം തോന്നാൻ വേണ്ടി മാത്രമുള്ള ഓരോ ഏജൻസീസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ. കാരണം ഈ പറഞ്ഞ ഏജൻസീസ് UN സെക്യൂരിറ്റി കൗൺസിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇവരൊക്കെ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്ന ഏജൻസികളാണെന്നുണ്ടെങ്കിൽ ലോകത്ത് ഇവിടെ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ പ്രദേശം ഇത്രയും ആളുകളെ കൺമുന്നിൽ ഈ പറഞ്ഞ ജനോസൈഡും കാര്യങ്ങളൊക്കെ നടന്നിട്ട് കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക എന്നല്ലാതെ ഈ പറഞ്ഞ ഏജൻസിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ വെറും പേപ്പറിൽ മാത്രമുള്ള ഓർഗനൈസേഷൻ മാത്രമേ എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഇഫക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രൂവ് ചെയ്യണം. അതങ്ങനെ ആയിരിക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ എന്താ പറയുക, ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ ലിറാർ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് ശേഷമാണ് ഈ പറയുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് മുഴുവൻ വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടും ഇതുപോലെയുള്ള കൂടുതൽ രൂക്ഷമായി പ്രതികരിക്കുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ രൂപവൽക്കരണം, അതിലേക്കുള്ള ആലോചനകൾ അല്ലെങ്കിൽ അത് തന്നെ നടക്കുക, ഇതായിരിക്കുമല്ലോ പിന്നെ സംഭവിക്കാൻ പോകുന്നത്. ആ റീജിയൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ക്രൈസിസ്, മൾട്ടിപ്പിൾ ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു. അതിൻ്റെ കൂടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരുപാട് മിലിറ്റൻ്റ് ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുക. അതിന് പല ആളുകൾ ഫണ്ട് ചെയ്യുന്നു. അത് പല ബ്രാൻഡിൽ ചിലപ്പം സുന്നി ഇപ്പോൾ ഹമാസ് ഒരു സുന്നി മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഹിസ്ബുൾ ഒരു ഷിയ മിലിറ്റൻ്റ് ഓർഗനൈസേഷനാണ്. ഇത്തരത്തിൽ സിറിയയിലും ഇറാഖിലും ഹൂത്തികൾ അതൊരു ഷിയ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഫോം ചെയ്യുകയാണ്. ഇപ്പം IS വന്നു അതിൻ്റെ ഇടയിൽ. ഇപ്പോൾ സിറിയയിലും ഇറാഖിലൊക്കെ പവർഫുൾ ആയിരുന്നു. യമനിൽ നേരത്തെ AQAP അൽ-ഖ്വായ്ദ ഇൻ അറേബ്യൻ പെനിൻസുല എന്ന വേറെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ചില ഗ്രൂപ്പിൽ ചില കോൺടാക്ട്സിൽ വീക്കം ചെയ്യുന്നു, ചിലത് പുതിയതായിട്ട് ഫോം ചെയ്യുന്നു. ഈവൺ ഇപ്പോഴത്തെ സിറിയയിലെ റൂളർ വരെ ഒരു മിലിറ്റൻ്റ് ഗ്രൂപ്പിനെ നയിച്ച ഒരാളാണ്. ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നടന്നു. അപ്പം ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു എല്ലാം ബേസ് ആണല്ലോ പലസ്റ്റീൻ കോസിന് ഒരു എൻഡ് എന്നുള്ളതാണ്. ഈ ഒരു പലസ്റ്റീൻ ക്വസ്റ്റ്യൻ അത് ഏതെങ്കിലും അത് പൊളിറ്റിക്കലായിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ അതിന് മുന്നിലുള്ളൂ. മിലിറ്ററിലി ഒരു സൊല്യൂഷൻ ഇല്ല. അത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാലും അല്ലെങ്കിൽ ഇപ്പുറത്തെ ഏതെങ്കിലും മിലിറ്റൻ്റ് ഓർഗനൈസേഷൻസ് അതിന് ആ തരത്തിൽ പോരാടിയിട്ട് വിജയിക്കണം എന്നുണ്ടെങ്കിൽ അത് അപ്പുറത്ത് അതിനെപ്പറ്റി കേൾക്കുന്നൊരു ആൾ കൂടി ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരു കോംപ്രമൈസ്, ഒരു മീറ്റിംഗ് പോയിന്റ് വേണ്ടേ രണ്ട് ആർഗ്യുമെൻസിനും ഇതാവുന്നത്. അപ്പം ഒന്നുകിൽ ഇസ്രായേൽ ഈ ആർഗ്യുമെൻറ്റ്സ് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ അമേരിക്ക ശക്തമായിട്ട് പിന്താങ്ങണം. അല്ലാതെ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഇല്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കലി എത്രത്തോളം രാഷ്ട്രങ്ങൾക്ക് ഇതിനെ പ്രഷറൈസ് ചെയ്ത്, അത് യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അറബ് കൺട്രീസ് ആയിക്കോട്ടെ, അറബ് ലീഗ് ആയിക്കോട്ടെ, ഇന്ത്യക്കൊക്കെ ഒരുപാട് അത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുതിയൊരു ശാക്തിക ശൈലി ഇന്ത്യക്ക് ഒരുപാട് നല്ല റോളുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഓപ്പൺലി ഖത്തറിനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു, പക്ഷേ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിട്ടുണ്ട്. അപ്പം ഓരോ പോലും ഇവിടെ മറ്റേ ഇസ്രായേലിൻ്റെ ധനകാര്യമന്ത്രി ഇവിടെ സന്ദർശനം നടത്താൻ ഒരു ഫാർ റൈറ്റ് ആയിട്ടുള്ള ഇതിലും വലിയ ആക്രമണം അവിടെ നടത്തണം എന്ന് ആർഗ്യൂ ചെയ്യുന്ന ആളിവിടെ സന്ദർശനം നടത്തുമായിരുന്നു, അവരെ സ്വീകരിക്കുകയായിരുന്നു. അല്ല, നമ്മൾ ഡിപ്ലോമസിയിൽ ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ്സിൻ്റെ ഫോറിൻ പോളിസിയിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ഓരോ കോണ്ടെക്സ്റ്റിൽ അനുസരിച്ചാണ് ഇപ്പം നമ്മൾ നിലപാടുകളൊക്കെ. അപ്പം ഇന്ത്യ നമുക്കിപ്പോൾ ഓപ്പൺലി താലിബാനെയും പലതിനൊക്കെ നമുക്കറിയാം ആ തരത്തിൽ വിമർശിക്കുന്ന ഒരു ഗവൺമെൻറ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പൊതു മനസ്സങ്ങനെയാണ് നമുക്കറിയാം. പക്ഷെ ഇതേ ഇന്ത്യ തന്നെ നമുക്ക് കാണാൻ പറ്റും അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അവിടെ ഇന്ത്യയുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കരുത്, അല്ലെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കരുത് അഫ്ഗാനിസ്ഥാനിൽ എന്നുള്ളതാണ് അവിടെ ഇന്ത്യയുടെ പ്രയോറിറ്റി. അപ്പോൾ ഓരോ റീജിയണിലും ഓരോ കോണ്ടക്സ്റ്റിലും ഓരോ പ്രയോറിറ്റിയും അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചാണ് ഫോറിൻ പോളിസി വരുന്നത്. അതിപ്പം ആര് ഭരിച്ചാലും അതിനനുസരിച്ച്. ഇപ്പം നമുക്ക് 992 വരെ ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത രാഷ്ട്രമാണ് ഒഫീഷ്യലി. 92 ശേഷം മാത്രമാണ് നമ്മുടെ റാവു ഗവൺമെൻറ് കാലത്ത് മാത്രമാണ് ഒഫീഷ്യലി ഇസ്രായേലിനെ അത്തരത്തിൽ റെക്കഗ്നൈസ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷനിലേക്ക് വരുന്നത്. ഒഫീഷ്യലി റെക്കഗ്നൈസ് നേരത്തെ റെക്കഗ്നൈസ് ചെയ്ത്, പക്ഷേ ഡിപ്ലോമാറ്റിക് റിലേഷൻ വരുന്നത് അന്ന് മുതൽ മാത്രമാണ്.
അപ്പോൾ അന്നത്തെ ഒരു കോണ്ടക്സ്റ്റ് നമുക്കറിയാം. 91 ശേഷം യൂണിപോളാർ വേൾഡിലേക്ക് ലോകം പോകുന്നു, കോൾഡ് വാർ കഴിയുന്നു, സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റിഗ്രേഷൻ സംഭവിക്കുന്നു, അമേരിക്കൻ നേതൃത്വത്തിൽ പുതിയൊരു ലോകകപ്പം വരുന്നു, അമേരിക്കയുടെ പ്രധാനപ്പെട്ട സഖ്യരാഷ്ട്രമാണ് ഇസ്രായേൽ. ഇങ്ങനെ ഒരുപാട് കോണ്ടക്സ്റ്റ് വരുന്നത്. ഇന്ത്യ തന്നെ LPG ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ. അപ്പോൾ ഓരോ കോണ്ടക്സ്റ്റിൽ നമ്മൾ ഫോറിൻ പോളിസി അതിനനുസരിച്ചായിരിക്കും. അപ്പം അന്ന് വരെ പ്രോ പലസ്തീൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഇന്ത്യ പിന്നീട് ആ നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്താണ് ഇസ്രായേലിനെയും കൂടി ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോറിൻ പോളിസിയാണ് ഇപ്പോൾ ഇന്ത്യ. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേലിനെ തള്ളിപ്പറയാതെ, മീൻസ് ഓപ്പൺലി ആ തരത്തിൽ പേര് പരാമർശിക്കാതെ ഈ ഒരു ആക്രമണത്തെ അപലപിക്കുന്നത്. കാരണം ഇന്ത്യക്ക് ഖത്തറും വേണം, ഇസ്രായേലും വേണം, ഇറാനും വേണം, സൗദിയും വേണം, എല്ലാം വേണം. അപ്പോൾ ആരെയും പണക്കാത്ത ഒരു സമീപനമാണ് ഇന്ത്യയുടെ ഒരു നിലപാട് ഈ ഒരു ഇതിൽ ഫോറിൻ പോളിസിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഖത്തറിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് ഹമാസ് ലീഡർഷിപ്പിനെ ലക്ഷ്യമിട്ടാണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ പോലും ഖത്തർ പോലെ ഒരു രാജ്യത്തിന് നേർക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അത് ആ മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്തായിരിക്കും എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ഖത്തർ അവകാശപ്പെടുന്നത് പോലെ യോജിച്ചുള്ളൊരു മറുപടിക്ക് GCC രാജ്യങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ആ മറുപടി എന്ന് പറയുന്നത് ഒരുപക്ഷെ സൈനികമായ മറുപടി ആയിരിക്കില്ല, മറ്റ് തലത്തിൽ മറുപടി നൽകാൻ ആ രാജ്യങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിന് ചരിത്രമുണ്ട്. അവർക്ക് ഇപ്പോഴും അത് സാധിക്കും. സാമ്പത്തികമായി അല്ലെങ്കിൽ എണ്ണയുടെ കാര്യത്തിലൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കൊരു പക്ഷേ സാധ്യതയുണ്ട്. ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത തലത്തിലുള്ള മറുപടി ചിലപ്പോൾ ആ രാജ്യങ്ങൾക്ക് നൽകാൻ സാധിക്കും. അതിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.